ഹായ് ഫോക്സ്, വെൽക്കം ബാക്ക് ടു റിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. എല്ലാവർക്കും റിപ്പിൾ സ്പേസ് ടൈമിന്റെ 2020 ഫസ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ഐസ് ബ്രേക്കർ വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ നീളെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രൊക്കാസ്റ്റിനേഷൻ എനിക്കൊന്ന് എൻഡ് ചെയ്യണം. അതിന് വേണ്ടിയായിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് ആരംഭിക്കുകയാണ്. അതും ഒരു ഫുൾ പവർ, ഫുൾ എനർജിയിൽ. ഇനി വരും ദിവസങ്ങളിലെ കളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വരുന്ന വീഡിയോയിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഗൈസ്. ഇത് എൻ്റെ പുതിയ ഡെസ്ക്ടോപ്പ് സെറ്റപ്പാണ്. എൻ്റെ റൂമിൽ തന്നെ ഞാൻ ഒരു വർക്ക് ഫ്ലോ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പല ഗാഡ്ജറ്റും ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതിൽ പലതും പുതിയതുമാണ്. അതുപോലെ തന്നെ ഒരു ഗ്ലിംസ് ഞാൻ കാണിച്ചു തരാം. ഈ റിഫ്ലക്ടർ, അതുപോലെ തന്നെ ഈ അലോവേറ പ്ലാന്റ്, ഈ റിംഗ് ലൈറ്റ് സെറ്റപ്പ്, ഈ ഗ്രീൻ സ്ക്രീൻ സെറ്റപ്പ്, അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന ഈ കസേര, ഇതെല്ലാം ഞാനിപ്പോൾ ഒരു വർക്ക് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇതെൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് എടുത്തിട്ട് വന്ന എൻ്റെ വൈറ്റ് ബോർഡാണ്. ഇത് അസൂസിൻ്റെ ഒരു 1 75 ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഗെയിമിംഗ് മോണിറ്ററാണ്. ഈ കീബോർഡ് പുതിയതാണ്. ഇത് ഞാൻ ഈ എൻ്റെ പഴയ ലാപ്ടോപ്പാണ്, നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അകത്തിരുന്ന ഹാർഡ് ഡിസ്ക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ SSD ഇൻസ്റ്റാൾ ചെയ്തിട്ട് 4 GB എന്നുള്ള റാമിന് ഞാൻ 2 GB കൂടെ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ 6 GB റാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഡെസ്ക്ടോപ്പ് വർക്ക് ഫ്ലോ സെറ്റപ്പ്. ഓക്കെ, ഷൂട്ട് ചെയ്യുന്നത് പോക്കോ F1 തന്നെയാണ്. സോണി ക്യാമറ ഔട്ട്ഡോർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കലിംബ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് കസു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെപ്ത് വീഡിയോ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം ഗൈസ്. ഓക്കെ, കണ്ടൻസർ മൈക്ക് ലാവലിയോ ഒരു ബോയ M1ൻ്റെ ഒരു അമേസിംഗ് ആയിട്ടുള്ള മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം. ഈ റിഫ്ലക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഈ റിഫ്ലക്ടർ ഗോൾഡനും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ബ്ലാക്കും ഗോൾഡ് വൈറ്റ് എല്ലാം സിബ് തുറന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ആവശ്യാനുസരണം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഗ്രീൻ സ്ക്രീൻ വേണമെന്ന് വളരെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതും ഈ ലൂമ ഫ്യൂഷൻ ആപ്പിൽ വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഭയങ്കര ത്രിൽഡാണ് വരും ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് വേണ്ടിയായിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. സെയിം നെയിം തന്നെയാണ്. അതിൽ നിങ്ങൾ ചെയ്യാനുള്ള എന്തൊക്കെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ DM ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലും കമൻറ്റ് ചെയ്യുക. ഇത്രയും ദിവസം വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഓരോ ആൾക്കാരും ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നില്ല. അതൊക്കെ വളരെയധികം ഇൻസ്പിറേഷനാണ്. അങ്ങനെയുള്ള ഓരോ ഇത് കാരണമാണ് ഈ പ്രൊക്കാസ്റ്റിനേഷൻ ഇവിടെ എൻഡ് ചെയ്ത് ആയിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. ഈ വീഡിയോ ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത്. സിംപ്ലിസിറ്റി ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിംപ്ലിസിറ്റിക്ക് പറയൽ അൾട്രാ കോംപ്ലക്സിറ്റി ഉണ്ട്. കാരണം ഞാൻ കുറച്ചധികം കാര്യങ്ങൾ കഴിഞ്ഞ 2 മാസം 2, 3, 4 മാസങ്ങളുടെ ഇടയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളായിട്ട് എന്തായാലും എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ഇഷ്ടമുള്ള സംഭവമാണ് വീഡിയോ മേക്കിങ്. ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അനുഭവിച്ചിരുന്ന വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്കും സോറി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്തതിലും. അതിൻ്റെ ഇടയിൽ എനിക്ക് മോണിറ്റൈസേഷൻ ഫസ്റ്റ് കാശ് 7,000 രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി. അതിനുകൊണ്ട് ഞാൻ കുറച്ച് ട്രാവലൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ യൂട്യൂബിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. എൻ്റെ ഒരു പേഴ്സണലി ഒരു പ്രൈവറ്റ് സ്പേസ് ഞാൻ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യായിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വരുന്ന വീഡിയോസ് നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം പെട്ടെന്ന് ഒരു വീഡിയോയിൽ നിർത്തുന്നില്ല. പല വീഡിയോയിലായിട്ട് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയ ഈ യൂട്യൂബിൽ നിന്നും ഈ ഒരു ഡിജിറ്റൽ മീഡിയയിൽ നിന്നും ഞാൻ മാറുന്നപ്പോഴത്തേക്ക് മനസ്സിലാക്കി കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനും മനസ്സിലാക്കാനും പറയാനും എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് തന്നെയാണ്. മാക്സിമം ഷെയർ ചെയ്യുക. പഴയ വീഡിയോസൊക്കെ വീണ്ടും കണ്ടു നോക്കുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വീണ്ടും അത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള വേറെ എഡ്യൂക്കേറ്റീവ് എൻ്റർടൈനിങ് കണ്ടന്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. പീസ് ഔട്ട്, ബൈ. ഫുൾ ഓൺ എനർജി, ഫുൾ പവർ. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ 2 മാസത്തിന് ശേഷം. അതുകൊണ്ട് നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഇത്രയും 2 മാസത്തിന് ശേഷമാണോ ന്യൂ ഇയർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് 2020 അവിടെ NDR എന്നുള്ള സീനിലാണ്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. കാണാം ഗൈസ്, പൊളിച്ചടിക്കണം. അതാണ് എനിക്ക് വീണ്ടും ആ ഒരു ത്രില്ല് മാറുന്നില്ല. എനിക്ക് എത്രത്തോളം എനർജറ്റിക്കാണ് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് എന്നുള്ളത്. നിങ്ങളുമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന പല കണ്ടന്റുകളും പല സന്ദർഭത്തിലുള്ളതെല്ലാം ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്ത് പല വീഡിയോസായിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾ ബാക്കി കാര്യങ്ങളുമായിട്ട് ഡേയിലെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക. ഫുൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ബൈ, സി യു.